ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്നറിയാം. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ചെമ്മാടം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കാണുന്നില്ല? വളരെ മനോഹരമായ സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നയാ. കണ്ട കണ്ടൽക്കാട്, വീട്ടിൽ നല്ല കരിമീനുണ്ട്. രാത്രി വന്നാൽ നല്ല എനിക്ക് പിടിക്കാം അല്ല സിറാജ? ആ, അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ ഇവിടുന്നെല്ലാം പിടിക്കുന്നുണ്ട്. പാലോ പിന്നെ ഇത് ആർക്ക് എന്താ ഇട്ടത് തോന്നി? ഇങ്ങനെയുള്ളത് ഇതിപ്പോ ഇതില് പോവോ ഇല്ലെന്ന് അറിയില്ല. എന്താ എന്നാർക്കും പേടിയാ? ഇല്ല, പൊട്ടൂല. ഇത് നല്ല ഉറപ്പാ. നല്ല തെങ്ങിന്റെ മരം. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ അടുത്തേക്കാ പോകുന്നത്. ഇത് ഇപ്പൊ കയറ്റാം വെള്ളത്തിന്റെ. അപ്പോ വാടാ അപ്പുറം കിടക്കാൻ. തിരിച്ച് ചെയ്യാനറിയണേ എൻ്റെ അമ്മ. അപ്പോൾ നമ്മളെ ചങ്ങായി ഇപ്പോൾ ഇപ്പുറത്തേക്ക് വരും. 2 ഹെൽമെറ്റെല്ലാം തൂക്കിയിട്ടാണ് വരുന്നത്. ഓൻ പറഞ്ഞാൽ എന്നെ കാണിക്കണ്ട, അതുകൊണ്ട് ഓനെ കാണിക്കുന്നില്ല. തുള്ളിയാ, ഞാൻ ചോദിച്ചാൽ വെള്ളത്തിലാണ് വീണേ. അപ്പോൾ നമ്മൾ ചെമ്മാടത്ത് ഇങ്ങോട്ട് വന്നിട്ടാണ് ഉള്ളത്. ഇവിടെല്ലാം കരിയെല്ലാം ഇടിഞ്ഞിട്ട് പോകാൻ തന്നെ കഴിയില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഇല്ലല്ല, ഇതിൽ ഇത്ര വരെ പോവാം. നല്ല വഴിയുണ്ട്. ഇതാ ഫുൾ അടിപൊളി വൈബാണ് ഇവിടെ. വൈകുന്നേരം വന്നാൽ നല്ല ചായക്കടിയുണ്ട്. അവിടെ എന്തെല്ലാം കടി സുരാജ? പൊറോട്ടയുണ്ട്, കൽമാസ്, പിന്നെന്താണ് ബോണ്ടയുണ്ട്, പിന്നെ പക്വട, എല്ലോ കടിയുണ്ട്. വരുന്നൊക്കെ അവിടെ വന്നിട്ട് ചായ പിടിക്കുക, അല്ലെങ്കിൽ വന്നിട്ട് മീനെ പിടിക്കുക. ചൂണ്ടിയും കുളത്തിലുമ്പാണ്. മണ്ണിൽ എടുത്താലും കുഴപ്പമില്ല. മൈദപ്പൊടിയും പിന്നെന്താ മൈദപ്പൊടിയും മഞ്ഞപ്പൊടിയും മിക്സ് ആക്കിയിട്ട് അത് ഉണ്ടിയാക്കിയിട്ട് ഇടണം പോലും. ഇന്ന് നല്ല മീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. കരിമീൻ. ആ, 1 കിലോ 1.5 കിലോ കിട്ടുമെന്നാണ് പറഞ്ഞേ. നമ്മളങ്ങനെ നാളെ ചൂണ്ടിയും കൊണ്ട് വരേണ്ട പരിപാടിയാണ്. നമ്മൾ സിറാജിൻ്റെ ചങ്ങായി പറഞ്ഞേ. കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ സിറാജ് ഞാൻ പറഞ്ഞ ഇതാ, ഇവിടെ നല്ല മീനുണ്ട്. പിള്ളേർക്ക് വീടിയെല്ലാം ഇട്ടാൽ മതി. ആ കല്ലെടുത്ത് വീടെല്ലാം രാത്രി നല്ല കരിമീനുണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെയെല്ലാം ചെമ്മീൻ, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ മീനുണ്ടാവും. ഇവിടെ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ട്. നടുക്കെല്ലാം പോയാൽ നല്ല മീനുണ്ടാവും, ചെമ്മീൻ. അപ്പം നല്ല മഴ വരാനായിട്ടുണ്ട്. മിക്കവാറും നമ്മളിവിടെ പെടാൻ സാധ്യതയുണ്ട്. കുറേ ദൂരം. അതിന് മുന്നേ പോകണമെന്നാണ് സിറാജ് പറയുന്നത്. അപ്പോൾ അതിഗംഭീരമായ നല്ല വൈബ് സ്ഥലമാണ് ഇതേ. ഇത് ചെമ്മാടം എന്ന് പറയും കേട്ടോ. ചെമ്മാടത്തേക്ക് എടുത്തേക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ ചെമ്മാടത്തേക്കാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു തരും. നമ്മളെ ചെമ്മാടം. സിറാജ് ഇനി എടുക്കണം? വേണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയെല്ലാം വലയിട്ട് നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയെല്ലാം നല്ല വൃത്തി. തോണിയും കൊണ്ട് ആൾക്കാർ വന്നിട്ട് പിടിക്കുന്നു. ഇപ്പോൾ ഇറക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇറക്കത്തിന് വെള്ളത്തേക്ക് ഇങ്ങനെ നല്ല മീനൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാം. നല്ല മഴ വരുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. ഇല്ല, മഴ വരാനായിട്ടില്ല. സിറാജ്, നീ ഒന്നും പേടിക്കേണ്ട, നാണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒന്ന് സവാരിക്ക് ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് പിള്ളേരാടുന്ന് മീനെ പിടിക്കാൻ വന്നിട്ടുണ്ട്. മണ്ണിരി എടുത്തിട്ട്
അപ്പോൾ ഒരു കുളത്തുണ്ട്, അതിനെ ഒടിഞ്ഞ് സൈഡായതാ. നല്ല കുളത്തെങ്കിൽ നല്ല മീനെ പിടിക്കാം. അപ്പം അങ്ങനെ ആ പിള്ളേർ അവിടെ മീനും മതിയാക്കി പോയി. നമ്മൾ ചെമ്മാടത്തെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരാം. നല്ല ചുറ്റും നല്ല വെള്ളമാണ്. മഴക്കാലമായതുകൊണ്ടല്ലോ ഫുള്ള് വെള്ളം കയറും ഇവിടെ. ഒരു രക്ഷയില്ലാത്ത വെള്ളം ഉണ്ട്.